ഞാൻ വസീഫിനോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, നേരത്തെ ഞാനും വളരെ ശ്രദ്ധിച്ചു കേട്ടൊരു കാര്യം, അനിശ്ചിതകാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി എന്ന നിലയ്ക്ക് തന്നെ താങ്കൾക്ക് മനസ്സിലാക്കാനായോ? എൻ ശിവകുമാർ അങ്ങനെയാണ് പറഞ്ഞത്. താങ്കൾക്ക് അങ്ങനെ മനസ്സിലാക്കാനായോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നടപടിയെടുത്തവർ തന്നെ, ആ നടപടി പറയുന്നവർ തന്നെ പല രൂപത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതാണ് ബൃന്ദാക്കാരാട്ട് കേരളത്തിൽ വന്നപ്പോൾ ചോദിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ, ആക്ഷേപകരമായൊരു സാഹചര്യം നിൽക്കുമ്പോൾ, സ്പീക്കർക്ക് ഈ കത്ത് മുൻകൂറായി വേഗത്തിൽ കൊടുത്തിരുന്നെങ്കിൽ പോലും അവർക്ക് കുറേ കൂടി തങ്ങളുടെ നടപടികളെ ബലപ്പെടുത്തി പറയാമായിരുന്നില്ലേ? അല്ലെങ്കിൽ തങ്ങളുടെ വാദം പറയാമായിരുന്നില്ലേ? അല്ലെങ്കിൽ അങ്ങനൊരു സ്പേസ് എടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ലല്ലോ. അനിശ്ചിതകാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി എന്ന നിലയ്ക്കൊരു ധാരണ ഈ നടപടി കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ആളുകളിൽ എത്തിച്ചിട്ടുണ്ടോ? വസീഫ് എന്തു പറയുന്നു? അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർക്കുള്ളിൽ ഇപ്പോഴും എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് എന്നാണ് ജനത്തിന്, നമുക്ക് ഒക്കെ ഒരു സംശയമുള്ളത്. എന്തൊക്കെയോ നടക്കുന്നുണ്ട് കോൺഗ്രസിനകത്ത്. ഈ രാഹുൽ ഷാഫി ടീം ആരെയോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. കാരണം അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇത്ര സമയം ഇവർക്ക് ഒന്നിനും ആവശ്യമില്ല. അതാത് സമയത്ത് തന്നെ നടപടിയെടുത്ത് MLA സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞ് പോകാം. ഇന്ന് ശരിയാണോന്നറിയില്ല, KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞത് രാജിവെക്കേണ്ടത് അദ്ദേഹമാണ് എന്നാണ്. ആര്? MLA ആണ് എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഇവർക്ക് മത്സരിക്കാൻ അവസരം കൊടുത്ത ആൾ പറയണ്ടേ രാജിവെക്കണമെന്ന്? അല്ലെങ്കിൽ പത്രക്കാർക്ക് മുമ്പിലെങ്കിലും പറയണ്ടേ രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് പറയണ്ടേ? രാജി ആവശ്യപ്പെട്ടൂടെ? അപ്പോൾ അവരതിന് പല ചാനലുകളിലും ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെയാണ്. എന്നാൽ ആ ബോധം ഈ ഷാഫിക്കും രാഹുലിനും ഈ VD സതീശൻ നേരത്തെ ഉണ്ടായിരുന്നോ? പാലക്കാടുള്ള MLA വടകരയ്ക്ക് കൊണ്ടുപോയതല്ലേ? അദ്ദേഹത്തിന് താല്പര്യമില്ലാതെയാണ് കൊണ്ടുപോയത് എന്നൊക്കെ നമുക്കൊക്കെ അറിയാലോ. അത് കോൺഗ്രസ്സുകാർക്കും അറിയാലോ. കൊണ്ടുപോയിട്ട് വടകരയിലുണ്ടായിരുന്ന K മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുപോയി ആ തൃശ്ശൂരിലെ സീറ്റ് ആർക്ക് കൊടുത്തു? BJP കൊടുത്തു. നമ്മൾ കണ്ടു. പിന്നെ ഇത്രയധികം BJPയെ പ്രതിരോധിക്കുന്ന ഒരു ടീമാണെങ്കിൽ KC വേണുഗോപാൽ ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടത് ഒരു രാജ്യസഭാ സീറ്റാണ്. അത് കൊടുത്തത് BJPക്കാണ്. അപ്പോൾ ഇതൊന്നും അല്ല കാര്യം. ഇവർക്ക് മറ്റെന്തൊക്കെയോ പ്രശ്നമുണ്ട് ഇതിനകത്ത്, ഈ കോൺഗ്രസിനകത്ത് എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇവർക്ക് ഇതിൽ ഒരു ആത്മാർത്ഥമായ സമീപനം ഈ വിഷയത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ സമയം ഒന്ന് കടന്നു പോകണം, അത്രയേ ഉള്ളൂ. ഈ സമയം കടന്നു പോകണം. അതിനവർ പല മാർഗങ്ങളും തേടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വടകരയിലെ ഈ വിഷയം പോലും ഉയർത്തിപ്പിടിച്ച് ഷാഫി ഷോ കേരളത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഷോ അവർക്ക് തന്നെ പണിയാകും എന്നുള്ളതൊരു തർക്കമില്ല. അവർ ബോധപൂർവം വലിയ കലാപത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകണം, വലിയ ചെളിവാരി എറിയൽ ആകെ നടത്തി അപ്പാടെ ഇവിടെ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് മറ്റൊരു തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുക. പക്ഷെ കോൺഗ്രസിനകത്ത് നമ്മളൊക്കെ മനസ്സിലാക്കിയത് കുറേ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ ഇപ്പോഴും കോൺഗ്രസിനെ പ്രതീക്ഷിച്ച് ആ സംഘടനക്കകത്തുണ്ട്. ഇവരുടെയൊക്കെ ഈ നാടകങ്ങളൊക്കെ കണ്ട് മനമടുത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് അത്യാവശ്യം സ്വാധീനം ഇപ്പോൾ കോൺഗ്രസിൽ വന്നുകൊണ്ടിരിക്കുക. അവർ പറയുന്നതൊക്കെ ശരിയായിരുന്നു. ഈ ചെയ്ത ഇങ്ങനെയൊക്കെ ഇടപെടുന്ന ഈ ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും VD സതീശൻ്റെയും കോൺഗ്രസ് അല്ല യഥാർത്ഥ കോൺഗ്രസ് എന്നവർ അടുത്ത ദിവസം തന്നെ അവർ കാണിച്ചു കൊടുക്കും. അവരിപ്പോൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ അവർ ഉന്നയിച്ചതാണ് ഈ പറയുന്ന വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉൾപ്പെടെ അവർ ഉന്നയിച്ച വിഷയമാണ്. അവരുടെ സംഘടനക്കകത്ത് പറഞ്ഞതാണ്. ഇപ്പോൾ വയനാട് ഫണ്ട് എവിടെ പോയി എന്നുള്ള ചോദ്യമുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തുണ്ട്. ഇതെല്ലാം ഒന്ന് കലങ്ങിത്തെളിയാൻ വേണ്ടി ഇവർ ബോധപൂർവമായി പല നാടകങ്ങളും കളിക്കും. അതിന് ഷാഫി രാഹുൽ കൂട്ടുകെട്ടിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വലിയ രീതിയിൽ ഇടപെടും എന്നുള്ളതിലൊരു തർക്കവുമില്ല. അത് ഈ നാട് പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.